ഹലോ. അപ്പൊ കൊറേ ആയല്ലോ നമ്മള് കണ്ടിട്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീട്ടില് അടിപൊളി ക്ലേ എങ്ങനെ ഉണ്ടാക്കാനാട്ടോ പരിചയപ്പെടുത്താൻ പോണത്. അപ്പൊ എന്തായാലും സംഭവം ആദ്യം തന്നെ ഒന്ന് പാളിയത് നിങ്ങള് കണ്ടായിരിക്കും അല്ലേ? അത്യാവശ്യം ക്ഷമയും എല്ലാം വേണംട്ടോ നമ്മളിത് ചെയ്യുമ്പഴേക്കിനും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമയില്ലാത്തവർക്ക് പറ്റിയൊരു പണിയല്ല. എന്ന് വെച്ചാൽ കുറേ സമയമെടുക്കും. ഈ ക്ലേ ഉണ്ടാക്കാൻ ഞാൻ ഏകദേശം ഒരാഴ്ചയോളം സമയം എടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് 2 മിനിറ്റിലുള്ള വീഡിയോ കാണുമ്പഴേക്കിനും പെട്ടെന്ന് സിമ്പിളായിട്ടൊക്കെ തോന്നാം. ആദ്യം തന്നെ നമ്മൾ അടിയിലത്തെ മണ്ണെടുത്തിട്ട് ഇതുപോലെ ഒരു കുഞ്ഞരിപ്പ പാത്രത്തിലെടുത്തിട്ട് മോളിലെ കല്ലും കട്ടയൊക്കെ എടുത്ത് കളയാ. അതിനുശേഷം രണ്ടാമത്തെ പാർട്ടാണ് ഈ ഒരു തോർത്ത് പോലത്തെ തുണി അത്യാവശ്യം ഇച്ചിരി ഊട്ടമുള്ള തുണി എടുത്തിട്ട് രണ്ടാമത്തെ ആ ഒരു ഇതും അരിച്ചെടുക്കുക. അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് മറ്റേ വേണ്ടാത്ത മണ്ണും അതും ഇതൊക്കെ നമുക്ക് ഈ തോർത്തിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അത് നല്ലപോലെ ഇങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കിത് ഇത്രയും മണ്ണ് ആ ഒരു ഇതിന്ന് കിട്ടിയായിരുന്നേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണംന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം ഊറാൻ വെക്കണം. ഊറാൻ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് നേരം അനക്കാതെ വെക്കുമ്പോഴേക്കിനും അടിയിൽ ക്ലേ അടിയുകയും ചെയ്യും. മോളിൽ ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. തെളിഞ്ഞു വരും കേട്ടോ. ഇങ്ങനെയല്ല തെളിഞ്ഞു വരും. ആ വെള്ളം കുറച്ച് മാറ്റി കളയുമ്പോഴേക്കിനും അടിയിലത്തെ ക്ലേ എടുത്തിട്ട് നമ്മളിങ്ങനെ മുണ്ട് പോലത്തെ തുണിയിൽ ഇങ്ങനെ ഒഴിച്ചു വെക്കുക. അപ്പൊ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് പോയിട്ട് മോളിൽ ഇങ്ങനെ നമുക്ക് ക്ലേ ഇങ്ങനെ തെളിഞ്ഞു വരുവേ. ഇത് കണ്ടോ ഇങ്ങനെ തെളിഞ്ഞു വരും. ഈ തെളിഞ്ഞു വരുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ അത്യാവശ്യം വെയിലുള്ള സ്ഥലമാണെങ്കിൽ വെയിലത്ത് കൊണ്ടുപോയി ഇങ്ങനെ വിരിച്ചങ്ങിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ. ഇതും എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയി. ഞാനെടുത്ത വഴിക്ക് പിന്നെയും കുറേ ക്ലേ അതിൻ്റെ അകത്തോട്ട് പോയി. പിന്നെ ഞാൻ ഇതുപോലെ നല്ല ഇങ്ങനെ മെഴുകി കൊടുത്ത് ഇങ്ങനെ വിരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കണ്ട ഇങ്ങനെ ഇളക്കി വരാൻ പാകത്തിന് നമുക്ക് സംഭവം നമ്മുടെ കയ്യിൽ കിട്ടും. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഉരുട്ടി പരത്തി നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു മയത്തിലൊക്കെ നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഉരുട്ടി 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 എടുക്കുക. അതായത് നമുക്കിങ്ങനെ വിട്ട് വരണം. നമുക്കറിയാൻ പറ്റുമല്ലോ വിട്ട് വരുന്ന രീതിയിൽ മാത്രം ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉണക്കാനായിട്ട് നമുക്ക് വെക്കണം. ഇതിപ്പോൾ ഞാൻ 2, 3 ദിവസത്തെ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എടുത്തത്. എന്ന് വെച്ചാൽ മഴയുള്ള സമയമൊക്കെ ആയിരുന്നു അന്നൊക്കെ. വേനൽ മഴയൊക്കെ കിട്ടുമായിരുന്നു അതാണ് ട്ടോ. അതിനുശേഷം നമുക്ക് അടിപൊളിയായിട്ടുള്ള ക്ലേ കിട്ടി. ഇത് നല്ലപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്തിട്ട് സൂക്ഷിച്ച് അടിപൊളിയായിട്ട് വെക്കാം. അപ്പൊ അത്രേ ഉള്ളൂ.